ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിചാർ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദേ സ്കൂളൊക്കെ തുറന്നു, അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും. ഇനി വെക്കേഷൻ ആഘോഷിക്കാൻ സമയമില്ല, 2 മാസം കഴിഞ്ഞ് സ്കൂളിലെത്തിയില്ലേ. അപ്പൊ ഇനി എന്താണ് നിങ്ങളുടെ പ്ലാന്? ഞാനിപ്പോൾ കുറച്ച് പ്ലാനുകൾ പറയാനാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. ഇനി എങ്ങനെ നിങ്ങൾ മാത്സിൽ പ്രോ ആവണം, അല്ലെങ്കിൽ മാത്സിലെ മാറ്റങ്ങൾ എന്തെല്ലാം. 8ാം ക്ലാസ്സിൽ സിലബസ് മാറി പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു അല്ലേ. പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം, നിങ്ങൾക്ക് ഇനി NMMSന് എന്തെല്ലാം പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ 8ാം ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ കാര്യം, ആ കാര്യങ്ങളൊക്കെ പാടെ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ തരികയാണ്. അപ്പോൾ ഇനിയും ലൈക്ക് അടിക്കാത്ത കുട്ടികൾ ഉടനെ തന്നെ ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, വെക്കേഷനെ കഴിഞ്ഞ് ഇനി പഠിക്കാനുള്ള മൂഡ് തുടങ്ങണം. കാരണം ഈ കൊല്ലം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്, NMMS പരീക്ഷ. എന്താ NMMSന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്? എന്താ? ഒന്നാമത്തെ ബെനിഫിറ്റ് 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ +1 നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടും. NMMS ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്കൊക്കെ ബോണസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം, ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ NMMSന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലൊക്കെ പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ ഈ ഒരു എക്സാമിലൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം മാത്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ എന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ മാത്സിൽ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഒരുപാട് ചാപ്റ്റേഴ്സ് അതേപോലെ തന്നെ വച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ പാർട്ട് 1 ഇപ്പോൾ വന്നിട്ടുള്ള പുസ്തകം? 1ാമത്തെ ഭാഗം പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങൾ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഈ കൊല്ലം വരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ്, അതായത് ബുദ്ധിമുട്ടുകളുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോ, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. 1ാമത്തെ പാർട്ട് പുസ്തകമാണ് വന്നത്. 8ാം ക്ലാസ്സിൽ 2 വന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഉടനെ തന്നെ ആ പുസ്തകമൊക്കെ കയ്യിൽ കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ചാപ്റ്റേഴ്സ്. 7 പാഠങ്ങളാണ്. കണ്ടോ, 7 പാഠങ്ങളാണ് നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് പുസ്തകത്തിൽ വന്നിട്ടുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. സ്ക്വയേഴ്സിനെ കുറിച്ചാണ് ആദ്യത്തെ ചാപ്റ്റേഴ്സ്. അതായത് വർഗ്ഗങ്ങൾ അല്ലേ, ഓരോ നമ്പേഴ്സിന്റെ വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു ചാപ്റ്ററാണ്. ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടില്ല. ഈ ചാപ്റ്റർ എളുപ്പമാണ്. ഒരു ടെൻഷനും അടിക്കേണ്ട. ഞങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൈലം ഉള്ളപ്പോൾ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ആ ചാപ്റ്റർ എളുപ്പമുള്ള ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. 2ാമത്തെ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം തുല്യ ത്രികോണങ്ങൾ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ചാപ്റ്റർ പേര്, ഈക്വൽ ട്രയാങ്കിൾസ്. ആ ചാപ്റ്റർ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന അതേ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ ആയിരുന്നു. ആ ചാപ്റ്റർ അതേപോലെ ഇങ്ങോട്ട് വെച്ച് ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ആ ചാപ്റ്ററിലില്ല. കഴിഞ്ഞ കൊല്ലത്തെ അതേ ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ 1ാമത്തെ ചാപ്റ്റർ പുതിയൊരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ അത്ര ബുദ്ധിമുട്ടില്ല. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് അത്ര ബുദ്ധിമുട്ടില്ല. 3ാമത്തെ പാഠം വർഗ്ഗസമവാക്യങ്ങൾ. ഈ 1ാമത്തെ പാഠം കണ്ടില്ലടാ, വർഗ്ഗങ്ങൾ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്ററാണ് വർഗ്ഗസമവാക്യങ്ങൾ. ആ ചാപ്റ്ററും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മീഡിയം ലെവലുള്ള ഒരു ചാപ്റ്ററാണ് ആ ഒരു ചാപ്റ്റർ, വർഗ്ഗസമവാക്യങ്ങൾ. പേജിൻ്റെ എണ്ണം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 37 മുതൽ 61, അത്രയും ഒരു ലെങ്തി ചാപ്റ്ററാണ് നമ്മുടെ വർഗ്ഗസമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ. അതായത് ഒരു ഇക്വേഷൻസ് ഒക്കെ, നമ്മളെ ഐഡന്റിറ്റീസ് ഒക്കെ വെച്ച് ചെയ്യുന്നൊരു സാധനമാണ് അത് കേട്ടോ. സ്ക്വയേഴ്സിൻ്റെ ഇക്വേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. A+B² -B² എന്നൊക്കെ പറഞ്ഞിട്ട് അത് എളുപ്പമാണ്, നമ്മൾ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് NMMSന് ആവശ്യമായിട്ട് വരും കേട്ടോ. പിന്നെ അടുത്തത് ബഹുഭുജങ്ങൾ, പോളിഗൺസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. പോളിഗൺസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്, ബഹുഭുജങ്ങൾ. എന്താണ് ഈ പോളിഗൺസിന്റെ പ്രത്യേകത, 4ാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മക്കളെ, ഈ ചാപ്റ്ററും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ കൊല്ലം ഉള്ള അതേപോലെ ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്ററും. പോളിഗൺസും വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ 5ാമത്തെ പാഠം ഇതാണ്, ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് കാണുന്നൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ് എക്സ് ഒക്കെ വെച്ചുള്ള ഒരു സാധനമാണ്.
ഒരു മീഡിയം ലെവലാണ്. ഈ ചാപ്റ്ററും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ചാപ്റ്ററാണ്, പക്ഷെ കുറച്ച് ആഡിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, ഒന്നാമത്തെ രണ്ടാമത്തെ പാഠമാണ് ഇക്വേഷൻസ് കഴിഞ്ഞ കൊല്ലം. ആ ചാപ്റ്ററിന്റെ ഒരു സാധനം ഇക്കൊല്ലം 5ാമത്തെ പാഠത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ചാപ്റ്ററും ഇക്വേഷൻസ് സമവാക്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉള്ള കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരു മീഡിയം ലെവൽ ചാപ്റ്ററാണ് ഈ ഒരു ഇക്വേഷൻസ്, സമവാക്യം അതായത് സമവാക്യ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 5ാമത്തത്. പിന്നെ 6ാമത്തെ ന്യൂ സംഖ്യകൾ, ന്യൂ നമ്പേഴ്സ് ആണ് പുതിയ സംഖ്യകൾക്ക് പറയാം. പുതിയ സംഖ്യകളും നമുക്ക് പുതിയൊരു ചാപ്റ്ററിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളും ഒരുപാട് ആ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു മീഡിയം ലെവൽ തന്നെയാണ് അതും. അതുപോലെ തന്നെ ഇക്കൊല്ലം വന്ന പുതിയൊരു ചാപ്റ്ററാണ് സമഭാജ്യകൾ. അത് പുതിയൊരു ചാപ്റ്ററാണ്. കഴിഞ്ഞ കൊല്ലം അതിൻ്റെ ചെറിയ കാര്യങ്ങൾ അവിടെ ഓരോ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ കൂടിയും ഒരു ചാപ്റ്ററായിട്ട് ഒരു ഭാഗം, ഒരു പാഠഭാഗമായിട്ട് കഴിഞ്ഞ കൊല്ലം ഇല്ലാതിരുന്ന ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ, അതായത് ബൈസെക്ടേഴ്സ് എന്ന് തോന്നുന്നുണ്ട് ചാപ്റ്ററിന് പേര് കേട്ടോ. ഈക്വൽ സമഭാജികൾ എന്നാണ് ചാപ്റ്ററിന് പേര്. സമഭാജികൾ ഒരു വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് നല്ലൊരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ കൂടെ സൈലും ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ട. മാത്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. മാത്സ് കിട്ടിയാൽ മാറ്റ് കിട്ടും, NMMSലെ മാത്സ് കിട്ടും, എല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്കോളർഷിപ്പ് കിട്ടും, +1 അഡ്മിഷനുള്ള ബോണസ് പോയിന്റ് കിട്ടും, എന്തെല്ലാം പരിപാടികളാണ് അല്ലേ. അപ്പോൾ മറക്കണ്ട, ഇനിയും നമ്മുടെ സൈലത്തിൻ്റെ 8ാം ക്ലാസ് യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ മാത്തമാറ്റിക്സിലെ പുതിയ ചാപ്റ്റേഴ്സ്. 7 പാഠഭാഗങ്ങളാണുള്ളത്. 2ാമത്തെ പാർട്ട് പുസ്തകം വരുന്നതോടെ കൂടെ തന്നെ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ മറക്കണ്ട, നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ സാർ റെഡിയാണ് സാർ പഠിക്കാൻ, ഞങ്ങളൊക്കെ നിങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാർ വി ആർ റെഡി എന്ന് പറഞ്ഞ കമൻറ്റ് സെക്ഷനിൽ കുറേ ഫയറൊക്കെ ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. ബൈ.